ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം. നമുക്ക് എല്ലാവർക്കും ഒരു ദൈവത്തെ സ്തുതിക്കാം. എനിക്ക് വളരെ സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരോടുള്ള കൂട്ടായ്മ. കർത്താവിൻ്റെ ദാസിനെ ഓർത്ത്, ദാസന്മാരെ ഓർത്ത് ദൈവം പ്രാർത്ഥിക്കുന്നു. പ്രിയ ബിനു സഹോദരൻ സഭയിലെ മൂപ്പനാണ്. സന്ധിച്ചാനെ കണ്ടില്ല മൂപ്പൻ. സന്ധിച്ചാനെ ഓർത്ത് സ്വന്തം എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹം അറിയിക്കാം. ഇനി ഒരു മാസക്കാലം കൂടെ കർത്താവിന് ഇവിടെ ഉള്ളൂ. ഇവിടുന്ന് പിന്നെ നാട്ടിലേക്ക് കടന്നു പോവുകയാണ്. നിങ്ങൾ തന്ന എല്ലാ കൂട്ടായ്മയും ഓർത്ത്, എല്ലാ സഹകരണത്തെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. ദൈവം നമുക്ക് ഈ ലോകത്തിൽ തരുന്ന സന്ദർഭങ്ങൾ ഏറ്റവും വിലപ്പെട്ടതാണെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഞാൻ നാട്ടിൽ പോയാലും നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഓസ്ട്രേലിയയിലുള്ളവരെയും അമേരിക്കയിലുള്ളവരെയും അവിടെയുള്ള സഭകളെല്ലാം ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഏകനായിട്ടാണ് പലപ്പോഴും വീട്ടിലായിരിക്കുന്നത്. എന്നാൽ എൻ്റെ കർത്താവിനോടുകൂടി ഉണ്ട്. കർത്താവുമായിട്ട് ഹൃദയം പകരാനും സംസാരിക്കാനും ഇടപെടുന്ന നല്ല സന്ദർഭങ്ങളെല്ലാം ഞാൻ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ കൂടെ എന്നെ ദൈവം നടത്തിയിട്ടുണ്ട്. പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ, അതുപോലെ തന്നെ സന്തോഷം, അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിൽ കൂടെയും എന്നെ നടത്തിയിട്ടുണ്ട്. എന്നെല്ലാം ഞാൻ എപ്പോഴും നന്ദിയുള്ളവനായിട്ടാണ് എനിക്ക് നന്ദിയോട് തോന്നുന്നത്. അപ്പം ദൈവത്തിൻ്റെ ആയുസ് കർത്താവിന് വേണ്ടി ആയിരിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. അവസാനത്തോളം എരിഞ്ഞടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമുക്കുള്ള അതിഥ്യത ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നമുക്ക് വചനത്തിലേക്ക് അടക്കാം. 90-ാം സങ്കീർത്തനം എടുക്കാൻ Psalm 90 അതിൻ്റെ 12-ാമത്തെ വാക്യം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. മോശയുടെ ഏക സങ്കീർത്തനമാണ് ഈ 90-ാം സങ്കീർത്തനം. ഇവിടെ മോശ ഇസ്രായേൽ മക്കളെ നടത്തിയ നേതാവ്. താന് അനേക അനുഭവങ്ങളിലൂടെ പോയൊരു വ്യക്തിയാണ്. ഇവിടെ മോശയുടെ ഒരു പ്രാർത്ഥന വായിക്കും. പ്രാർത്ഥന ശ്രദ്ധിക്കണം. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കുക. നമുക്കറിയാം, ഈ സങ്കീർത്തനത്തിൽ ആദ്യം തുടങ്ങുന്നത് കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പ് അനാദിയായി ശാശ്വതമായും ദൈവമാണ്. ഇത് പറഞ്ഞിട്ടാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത്. നന്ദിയോട് സ്തോത്രം. അപ്പം തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായി. അപ്പൊ ഈ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ച് അവിടെ അറിയാം. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. അത് വേഗം തീരും. ഏറെയായ 80 സംവത്സരം അല്ലേ? എനിക്ക് 79 ഇനി 1 വർഷം കൂടെ ഉള്ളൂ. എന്നാൽ ഈ സങ്കീർത്തനം എഴുതിയ
മോശ എത്ര വർഷം ജീവിച്ചു? 120 അല്ലേ? പ്ലസ് 40 കൂടെ ജീവിച്ചു അല്ലേ? അപ്പം സങ്കീർത്തനം എഴുതിയെങ്കിൽ തന്നെയും ദൈവം തന്നെ ആയുസ് 40 വർഷം കൂടെ ദൈവത്തിന്റെ നാമത്തിൽ. അപ്പൊ നമ്മള് വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ ആയുസ് എല്ലാം ദൈവത്തിനൊരു ദൈവം നമ്മളെ കുറിച്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൂ. സ്തോത്രം. അപ്പൊ നമുക്ക് തരുന്ന ആയുസ് നമ്മൾ കർത്താവിന് വേണ്ടി ആയിരിക്കുന്നത് എത്രയോ ഭാഗ്യമേറിയ കാര്യമാണ്. സ്തോത്രം. കാരണം ഈ മോശയെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ, അതാണ് നമ്മളെ കുറിച്ച് ഓർക്കണം. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാനുണ്ട്. കാരണം ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. നമ്മൾ ഓർക്കണം. എന്നാൽ അന്ന് മോശയുടെ ജനസമയത്ത് രാജാവിന്റെ കൽപ്പന അനുസരിച്ച് എല്ലാവരെയും നീല നദിയിലിട്ട് കൊല്ലണം എന്ന് കൽപ്പനയാണ്. എന്നാൽ ഇവര് അതിന് 3 മാസം കൊച്ചിനെ ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷം ഒരു ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കി നീല നദിയിലേക്ക് കൊണ്ടുപോയി. കേട്ടോ, ആ സമയമാണ് ഫറവന്റെ മോള് കുളിക്കാൻ വരുന്നത്. കൊച്ചിനെ എടുത്തു. ആ കൊച്ചിനെ ഓടിച്ചെന്ന്, കൊച്ചിന്റെ പെങ്ങൾ തന്നെ ഓടിച്ചെന്ന് കാര്യം പറഞ്ഞപ്പോ അമ്മയെ കൊണ്ട് അങ്ങനെ അതിനുശേഷം 40 വർഷക്കാലം ഫറവോന്റെ കൊട്ടാരത്തിലാണ്. ഫറവോന്റെ കൊട്ടാരത്തിൽ ജീവിച്ച ഈ മോശയെ കുറിച്ച് സ്തേഫാനോസ് തന്റെ പ്രസംഗത്തിൽ ഒരു കാര്യം പറയുന്നു. സ്തേഫാനോസ് ആക്ട്സ് 7:22 വായിക്കാം. ഇസ്രായേലിന്റെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ എന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് മനസ്സിൽ തോന്നി. മോശയ്ക്കൊരു ആഗ്രഹം കൊടുത്തു. സ്തോത്രം. മോശയെ വിളിച്ചപ്പോൾ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 3:4 വായിച്ചേ. 3:4 അല്ല, പുറപ്പാട് പുസ്തകം 3:4. പുറപ്പാട് പുസ്തകം 3:4 വായിച്ചു. അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിനു അവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. ഞാനിതാ എന്ന് പറഞ്ഞു മോശ വിളിച്ചു. അപ്പൊ മോശ തന്റെ അമ്മായപ്പന്റെ ഇത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് പർവ്വതം വരെ എത്തി. അവിടെ വെച്ചാണ് മോശയെ വിളിക്കുന്നത്. അപ്പം മോശയ്ക്ക് 80 വയസ്സായി. കാരണം ദൈവം കണ്ടിരുന്ന ഒരു വ്യക്തിയാണല്ലോ. മോശയോട് ദൈവം സംസാരിക്കുകയാണ്. 6-ാമത്തെ വാക്യം. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നുവെന്നും അവൻ അരുളി ചെയ്തു. ഇതെന്നാ പറഞ്ഞത്? ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്, ഇസ്ഹാക്കിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ് എന്ന് പറഞ്ഞിട്ടാണ് ദൈവം മോശയോട് സംസാരിക്കുന്നത്. കാരണം ഇവിടെ പിതാക്കന്മാരെ പറഞ്ഞിട്ടാണ് മോശയോട് പറയുന്നത്. കാരണം മോശയെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് അത് പറഞ്ഞത്. കാരണം ഇസ്രായേൽ മക്കളെ എത്ര വർഷമാണ് അടിമകളാക്കി മിസ്രൈമിൽ ആക്കിയെന്ന് നിങ്ങൾക്ക് അറിയാമോ? എത്ര വർഷമാണ്? 400 അല്ലേ? 400 അല്ല, 430 നമുക്ക് എടുക്കാം.
പുസ്തകം അല്ല, ആജൻസ് ഉൽപ്പത്തി പുസ്തകം 15:13 വായിച്ചു. ഉൽപ്പത്തി അപ്പോൾ പുസ്തകം. അവൻ അബ്രഹാമിനോട്, ആ നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് ആ 400 സംവത്സരം പ്രവാസികളായിരുന്നു. ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. കണ്ടോ, അബ്രഹാമിനോട് പറയാണ്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു. ആ ദേശക്കാരെ സേവിക്കും. അബ്രഹാമിനോട് പറഞ്ഞു ഈ സേചനം. എന്നാൽ സ്തോത്രം, എക്സോഡസ് 12:40 വായിച്ച്. പുറപ്പാട് പുസ്തകം 12:40. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഴിച്ച പരദേശവാസം 430 സംവത്സരമായിരുന്നു. 430 സംവത്സരം. എന്നെ 30 വർഷം മാറ്റം വന്നു. ദൈവം പറഞ്ഞിട്ട് മാറ്റം വന്നിട്ട് ആ ബാക്കി ഒന്നുകൂടെ വായിച്ച്. 40. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഴിച്ച പരദേശവാസം 430 സംവത്സരമായിരുന്നു. 41. 430 സംവത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങളൊക്കെ മിസ്രയീം ദേശത്ത് പുറപ്പെട്ടു. അപ്പൊ 430 വർഷം, 30 വർഷം കൂടുതലാ ദൈവം പറഞ്ഞിട്ട്. ദൈവം പറഞ്ഞ ആദ്യം അബ്രഹാമിനോട് 400 വർഷം പറഞ്ഞു. ഇവിടെ സംഭവിച്ചെത്രയാ? എന്താ ഈ 30 വർഷം കൂടിപ്പോയി? ദൈവം പറഞ്ഞിട്ട് വാക്ക് മാറില്ല. ചിന്തിച്ചോ? ദൈവം വാക്ക് മാറ്റിയതല്ല. ഈ സേചനത്തെ നടത്താൻ തക്കവണ്ണം ഒരു പ്രവാചകനെ ഒരുക്കിക്കൊണ്ട് വരുവാനായിട്ട് താമസം വന്നു. കാരണം 40 വർഷക്കാലം ഈ ഫറവോന്റെ കൊട്ടാരത്തിൽ സുഖമായി ജീവിച്ച സകല വായിച്ച പോലെ, സ്വത്രം സ്തെഫാനോസ് പറഞ്ഞ പോലെ, സകല വിദ്യയും സകലവും ഭാഷയെ അഭ്യസിച്ച ഈ മോശെ 40 വർഷക്കാലം അവിടുത്തെ സുഖജീവിതത്തില് സ്തോത്രം ജീവിച്ചാല് തന്റെ ജനത്തെ നയിക്കാനായിട്ട് ഒക്കെയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? മോശയ്ക്ക് തോന്നി എൻ്റെ സഹോദരന്മാരെ ഒന്ന് സഹായിക്കണമെന്ന്. അവരെ അടുത്ത് ചെന്നു. അതേ ദിവസം ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നു. പിറ്റേ ദിവസം ചെന്നപ്പോൾ പറഞ്ഞു, നീ ഞങ്ങളുടെ ന്യായകർത്താവൂ. മോശ അവിടുന്ന് ഓടി. നമുക്കറിയാം, അടുത്ത 40 വർഷക്കാലം കൊട്ടാരത്തിൽ എങ്ങനെ സുഖമായി ജീവിച്ചോ അതുപോലെ ആടുകളെ മേയിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച് വെയിലും മഞ്ഞും കൊണ്ട് ഒരാളെ ദൈവം ഒരുക്കിക്കൊണ്ട് വരണമെങ്കിൽ സ്തോത്രം നമ്മള് വിചാരിക്കുന്ന പോലെയല്ല. ചിലപ്പോൾ ചില കഷ്ടതയിൽ കൂടെ കടന്നു പോയിട്ട് വരും. മോശം ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. അവനെ ശരിക്കും 40 വർഷം മാറ്റി. 40 വർഷം എങ്ങനെ ആ കൊട്ടാരത്തിൽ സുഖമായി ജീവിച്ചോ അതുപോലെ തന്നെ 40 വർഷക്കാലം കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വന്നു. നമുക്ക് ചില കഷ്ടതയും പ്രയാസമൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇതെന്നാ എനിക്കിങ്ങനെ അല്ലേ, എന്നാ ഇങ്ങനെ വന്നത്, കൂടെ കൂടെ എനിക്ക് കഷ്ടം വരുന്നുണ്ടല്ലോ, പ്രയാസം വരുന്നുണ്ടല്ലോ. നമ്മൾ പലപ്പോഴും പരിതപിക്കാറുണ്ട്. ദൈവമക്കളെ, നമ്മുടെ കഷ്ട നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി ആണെന്നോ. ഇതുപോലെ ഒരു ശക്തനായ വ്യക്തിയെ ഒരുക്കണമെങ്കിൽ ശക്തമേറിയ അനുഭവങ്ങൾ കൂടെ താൻ കടന്നു പോകേണ്ടി വരും. ഞാൻ വിചാരിക്കുകയാണ്, ഈ ആളുകളെ മേയ്ക്കുമ്പോഴൊക്കെയും ദൈവത്തോടുള്ള ബന്ധത്തിലാണ് മോശ ജീവിച്ചത്. മോശ പാട്ടൊക്കെ പാടുമായിരുന്നു. ഓ, സന്തോഷത്തോടെ ഹല്ലേലൂയ. താൻ പിറുപിറുക്കുകയല്ല ചെയ്തത്, ഹല്ലേലൂയ, സന്തോഷത്തോടെ. കാരണം ഹല്ലേലൂയ, ഞാനിത് പറയാൻ കാര്യമുണ്ട്. ദൈവം പറഞ്ഞിരിക്കുന്ന നമുക്ക് സ്തോത്രം ഇതിൻ്റെ ഡിട്രോമി നോക്കാം. അതിൻ്റെ 34 അധ്യായം അതിൻ്റെ അവസാനം 12-ാമത്തെ വാക്യം. യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ
ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. ഇവിടെ വായിക്കാണ്, യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകന് ഇസ്രായേലിൽ പിന്നെ ഉണ്ടോ? അഭിമുഖമായിട്ട് അറിഞ്ഞു എന്ന് പറഞ്ഞാൽ മുഖത്തോട് മുഖം, ഫേസ് ടു ഫേസ്. കാരണം മറ്റുള്ള പ്രവാചകന്മാരെ പോലെയല്ല, ഈ മോശയ്ക്ക് അഭിമുഖമായിട്ട് സംസാരിച്ചു. അപ്പൊ നമ്മളോട് ഇപ്പൊ കർത്താവ് ഇടപെടുന്നത് ഇപ്പൊ അഭിമുഖമായിട്ട് നമുക്ക് വരുന്നില്ല കേട്ടോ. കർത്താവ് ജീവിച്ചിരുന്നപ്പോ അഭിമുഖമായിട്ട് വന്നു. ഇപ്പോൾ ആത്മാവിൽ കൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആത്മാവിൽ കൂടെ സംസാരിക്കുമ്പോൾ ആത്മാവിന്റെ ശബ്ദം നമ്മുടെ ആത്മാവിൽ മനസ്സിലാക്കാൻ കഴിയണം. അതിനോട് സ്തോത്രം. ഇന്നും ദൈവം അതുപോലെ തന്നെ സംസാരിക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ ദൈവസ്ഥനിൽ ഇരിക്കുകയാണെങ്കിൽ, ദൈവമായുള്ള ബന്ധത്തിൽ ജീവിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുക തന്നെ ചെയ്യും. അത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. സ്തോത്രം, ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ അഭിമുഖമായ അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേൽ പിന്നെ ഉണ്ടായിട്ടില്ല. അനേക പ്രവാചകന്മാരുണ്ട്, പക്ഷെ ഈ മോശയെ പോലെ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? സ്തോത്രം, ദൈവത്തിന്റെ കരങ്ങളില് താൻ ഒരു ആയുധമായി ഉപയോഗിച്ചപ്പോൾ ഈ വലിയ ലക്ഷക്കണക്കിന് ആൾക്കാരെ അവിടുന്ന് വിടുവിക്കത്തക്കവണ്ണം ദൈവം വലിയ കൃപ പകർന്നുകൊണ്ട് അനുഭവത്തിലൂടെ 40 years നടത്തി. 40 വർഷം അവിടെ, 40 വർഷം വലിയ മരുഭൂമിയില്, 80 വർഷം. എന്നിട്ടാണ് താന് തൻ്റെ ജനത്തെ ആ മോശയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത്. നമുക്ക് ചില അനുഗ്രഹങ്ങൾ തരണമെങ്കിൽ, നമ്മളെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കണമെങ്കിൽ നമ്മളിതൊന്ന് ടെസ്റ്റ് ചെയ്യും. അല്ല, വെറുതെ ഒന്നും തരികയില്ല. ഇവൻ വിശ്വസ്തനാണോ? നമുക്കറിയാം, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായി. തനിക്ക് ഏൽപ്പിച്ച കാര്യങ്ങൾക്കെല്ലാം മോശ വിശ്വസ്തനായിരുന്നു. വിശ്വസ്തത ഇല്ലെങ്കിൽ നമ്മളെ ആരും ഒന്നും ഏൽപ്പിക്കുകയില്ല. പ്രത്യേകിച്ച് ദൈവം ഒന്നും ഏൽപ്പിക്കുകയില്ല. കുഴപ്പന്മാരെ ഒന്നും ദൈവം ഒരു കാര്യം ഫലമേൽപ്പിക്കുകയില്ല. നമ്മൾ വിശ്വസ്തനായിരിക്കണം. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ഹല്ലേലൂയ 430 വർഷക്കാലം എടുക്കേണ്ടി വന്നു മോശയെ ഒരുക്കാൻ വേണ്ടി. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഓർപ്പിക്കുകയാണ്, ഹല്ലേലൂയ, ഈ മോശ പറഞ്ഞപ്പോൾ 40 വർഷക്കാലം ഈ അനുഭവത്തിലൂടെ കടന്നു പോയ ശേഷം മോശയോട് ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, അരുളപ്പാട് പറഞ്ഞപ്പോൾ മോശ എന്ത് പറഞ്ഞു? എക്സോഡസ് 4:10 വായിക്കുമ്പോൾ, 4:10. മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു. നമ്മളെ അനുഭവത്തിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ബലഹീനത നമ്മൾ മനസ്സിലാക്കണം. മോശ ഇപ്പോഴാണ് പറയുന്നത്, ഞാൻ വാക്സാമർത്ഥ്യമുള്ള അല്ല, മാത്രമല്ല വിക്കനും തടിച്ചു. ഞാൻ അത്ര ബലഹീനനാണ്, എനിക്ക് സാധ്യമല്ല, ഈ ജനത്തെ നടത്താൻ എനിക്ക് കഴിയില്ല. ദൈവം പറഞ്ഞു, ഹല്ലേലൂയ. അടുത്ത വാക്യത്തില് അവനോട് മനുഷ്യന് വായു കൊടുത്തതാര്? ആര്? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാര്? യഹോവ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക. ഞാൻ എല്ലാവരെയും സൃഷ്ടിച്ചത്, അതുകൊണ്ട് നീ ഭയപ്പെട്ട കാര്യമില്ല, നീ എല്ലാം പറഞ്ഞു. നമ്മളെ എല്ലാം സൃഷ്ടിച്ച കർത്താവിന് നമ്മളെ കുറിച്ച് ഉദ്ദേശമുണ്ട്. എനിക്ക് എന്നാ ശുശ്രൂഷ എന്നാണ്? ദൈവസഭയിലുള്ളവർക്ക് എല്ലാ ശുശ്രൂഷ ദൈവപ്പണി, അത് നിങ്ങൾ അറിയണം. കാരണം അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ല പ്രസംഗം മാത്രമല്ല, എന്തെല്ലാം ശുശ്രൂഷയുണ്ട്. ഒരാളെ ഫോണിൽ വിളിച്ച് എൻകറേജ് ചെയ്യുന്നത്, ഒരു വീട്ടിൽ പോകുന്നത്, ഒരു സൗകര്യമായിരുന്ന് പ്രാർത്ഥിക്കുന്നത്. പണ്ടൊക്കെ അമ്മച്ചിമാരെ സഭകളിലോർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് അമ്മച്ചിമാരെ കിട്ടാനില്ല, എല്ലാവർക്കും ബിസിയാ അല്ലേ?
അതിൻ്റെതായ എല്ലാ വിഷമങ്ങളും ഉണ്ട്. എല്ലാവരും ബിസിയാണ്, ആരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മച്ചിമാരുന്ന് വാർദ്ധക്യമായിരുന്നു സഭയ്ക്ക് വേണ്ടി, ഓരോരുത്തരും ഓർത്ത് വാർദ്ധക്യമായിരുന്നു. അത് സഭയ്ക്ക് അനുഗ്രഹമാണ്. സഭ കൂടി വരുമ്പോൾ മാത്രമല്ല പുതിയ പുതിയ ആത്മാക്കൾ വരുമായിരുന്നു. ഞാൻ അനുഭവിച്ചിട്ടുള്ള സത്യമാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. എന്ത് സന്തോഷമായിരുന്നറിയാവോ? ഹല്ലേലൂയ. അന്ന് ഇപ്പോഴും ഇത്ര സൗകര്യങ്ങളൊന്നും ആർക്കുമില്ല, വളരെ ബുദ്ധിമുട്ടി കൂടിയാ പോകുന്നത്. പക്ഷേ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. അങ്ങനത്തെ സഭായോഗമൊക്കെ നടക്കുന്നത് 3 മണിക്കൊക്കെ തീരുന്നത്. അതുപോലെയാ വലിയ സന്തോഷം. കാരണം അടുത്ത സഭായോഗം വരാൻ നോക്കിയിരിക്കുക. ഒരു കൂട്ടായ്മയുടെ ബലം. കാരണം ദൈവമക്കളെല്ലാം കാണുകയും ഒന്നിച്ച് സ്തുതിക്കുകയും ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുന്നത് വലിയ അനുഗ്രഹമായിരുന്നു. ഇന്ന് അല്ലിയ അതെല്ലാം മങ്ങിത്തുടങ്ങി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മളത് വിഷമിക്കേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു കുടുംബത്തിൽ പ്രാർത്ഥന നടക്കുന്നെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്തവനാ എന്ന് പറഞ്ഞാലും ദൈവം അവന്റെ ബലഹീനതയെ താങ്ങുവാൻ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് പല ബലഹീനത കാണും. എനിക്ക് ഒത്തിരി ബലഹീനത, എനിക്ക് പല ഓർമ്മയില്ല, പല കാര്യങ്ങളും അറിയത്തില്ല, പല കാര്യങ്ങളും ഓർക്കുന്നില്ല. ഒക്കെ ബലഹീനത ഒത്തിരി ഉണ്ട്. എന്നാൽ നമ്മൾ ആ ബലഹീനതയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും കർത്താവിനോട് പറയാൻ, കർത്താവ് എനിക്ക് ബലഹീനതയുണ്ട്, എന്നെ സഹായിക്കണം കർത്താവ്, എന്നെ സഹായിക്കണം. നമ്മൾ കർത്താവിന്റെ ഹെൽപ്പിന് വേണ്ടി എപ്പോഴും യാചിക്കണം. നമ്മൾ സ്വയത്തിൽ ആശ്രയിക്കരുത്. എനിക്ക് സഹായം വേണം കർത്താവേ എന്ന് നമ്മൾ താഴുകയാണെങ്കിൽ ദൈവം നമ്മളെ സഹായിപ്പാൻ വിശ്വസ്തനാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ഭാരം അനുഭവിക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം തത്സമയത്ത് ദൈവം മറുപടി നൽകുന്ന ദൈവമാകിയാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ നമുക്ക് വരാം. ഹല്ലേലൂയ. ഈ അപ്പോസ്തലപ്രവൃത്തിയില് സ്തോത്രം ഹല്ലേലൂയ, എക്സോഡസ് പിന്നെ 38 വാക്യങ്ങൾ വായിച്ച ആക്സ് 37-38 7-37-38 ആക്സ്. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോട് കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. അപ്പൊ നമുക്ക് തരുവാന് ജീവനുള്ള അരുളപ്പാട് തന്നതും അവൻ തന്നെ. ഇപ്പം മോശയെ കുറിച്ച് ദൈവത്തിന്റെ പ്ലാനുണ്ട്. തന്റെ വചനം, ജീവനുള്ള വചനം അവനെ ഫലമേൽപ്പിക്കണം. കാരണം ഈ ജനത്തെ നയിക്കാനായിട്ട്, കാരണം അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്ത, അങ്ങനെ ഇസ്രായേൽ ജനത്തെ മുഴുവൻ ദൈവത്തിന്റെ ജനമാണ്. അവരെ നയിക്കാനായിട്ട് ഒരു 430 വർഷക്കാലം അടിമകളായിട്ടില്ല. അവരെ അവിടെ തിരഞ്ഞെടുക്കാൻ മോശയെ കുറിച്ച് ആണ് ഹല്ലേലൂയ, സ്തോത്രം. സേപ്പാനോസ് പ്രസംഗിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞത്. ദൈവത്തിന്റെ നാമത്തിൽ വേണം. ഒന്നുകൂടെ ആ വാക്യോട് വായിച്ചേപ്പാൻ 37-38. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോട് കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. കണ്ടോ, ജീവനുള്ള അരുളപ്പാട് നമുക്ക് തരാൻ ലഭിച്ചതാണ്. ഇത് വിശ്വസ്തന്മാരെ ഏൽപ്പിക്കാൻ ഒക്കുള്ളൂ. കാരണം ജീവനുള്ള അരുളപ്പാടാണ്.
ഇതാണ് ശക്തിമേറിയ വചനം. ആ വചനം നമുക്ക് തരുക എന്നുള്ളത് ദൈവത്തിന്റെ വലിയ ദാനമാണ്. ഈ ന്യായപ്രമാണത്തെ കുറിച്ച് അല്ലിയ നമുക്ക് എക്സോഡസ് നമുക്ക് നോക്കാം. എക്സോഡസ് 33:4 എന്ന് വായിച്ചേ. ഡിട്രോണോമി 33:4 ആവർത്തനം. യാക്കോബിന്റെ സഭയ്ക്ക് അവകാശമായി മോശ നമുക്ക് ന്യായപ്രമാണം കൽപ്പിച്ചു തന്നു. ജനത്തിന്റെ തലവന്മാരും ഇസ്രായേൽ ഗോത്രങ്ങളും കൂടിയപ്പോൾ അവൻ യെശൂരൂവിന് രാജാവായിരുന്നു. രൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, അവന്റെ പുരുഷന്മാർ കുറയാതിരിക്കട്ടെ. 33:4 അല്ലേ? ആവർത്തന പുസ്തകം. അപ്പോ ആവർത്തന പുസ്തകത്തില് പിന്നെ രണ്ടാമത്തെ വാക്യം വായിച്ചു. അവൻ പറഞ്ഞു എന്തെന്നാൽ യഹോവ സീനായിൽ നിന്ന് വന്നു അവർക്ക് സെയിരിൽ നിന്ന് ഉദിച്ചു, പാരാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അവർക്ക് വേണ്ടി അഗ്നിമയമായ ഒരു പ്രമാണം അവന്റെ വലങ്കയിലുണ്ടായിരുന്നു. അഗ്നിമയമായ ഒരു പ്രമാണം അവന്റെ വലങ്കയുണ്ടായിരുന്നു. അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു. അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു. അവന്റെ സകല വിശുദ്ധന്മാരും കർത്താവിന്റെ തൃക്കൈയിലിരിക്കുന്നു. അവർ തൃക്കാൽക്കലിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ കാൽക്കലിരുന്നു. അവൻ തിരുവചനങ്ങളെ പ്രാപിച്ചു. അങ്ങനെയാണ് മോശ തിരുവചനത്തെ പ്രാപിച്ചത്. കാരണം അഗ്നിമയമായ ഒരു പ്രമാണമുണ്ട്. ഇതെന്തിനാ കൊടുത്തത്? അവൻ ജനത്തെ സ്നേഹിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ അതുപോലെ ദൈവം സ്നേഹിച്ചതുകൊണ്ടാണ് ഈ പ്രമാണം കൊടുത്തത്. അവർ തൃക്കാൽക്കൽ ഇരുന്നു. അവൻ തിരുവചനം പ്രാപിച്ചു. യാക്കോബിന്റെ സഭയ്ക്ക് അവകാശമായി മോശമുക്ക് ന്യായപ്രമാണം കൽപ്പിച്ചു. അപ്പോ ദൈവം ഈ പ്രമാണം കൊടുത്തത് വെറുതെ അല്ല, ജനത്തെ സ്നേഹിക്കുന്നുണ്ടാണ്. ഈ പ്രമാണം ഏറ്റുവാങ്ങിയത് മോശമുഖാന്തരമായിട്ടാണ്. അപ്പൊ ജനത്തെ ദൈവം യഥാർത്ഥമായിട്ട് നയിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം കൊടുത്തുകൊണ്ട് ദൈവം നടത്തി. അതിനോട് സ്തോത്രം. കാരണം ഈ ജനം ദൈവത്തിന്റെ ജനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിന് യോഗ്യനായ ഒരു വ്യക്തിയെ തെരഞ്ഞെടുപ്പാൻ തക്കവണ്ണം ഇവിടെയായോണ്ട് 30 വർഷം കൂടെ ദൈവത്തിന്റെ പ്ലാൻ. നമ്മൾ ഒരുക്കപ്പെടാൻ താമസിച്ചാല് ചില വർഷങ്ങളോട് നീക്കേണ്ടി വരും. അതാണ് ദൈവത്തിന്റെ പ്ലാൻ നമ്മളുണ്ടെങ്കിൽ, നമ്മൾ ഒരുക്കപ്പെടുന്നില്ലെങ്കിൽ ചില വർഷം കൂടെ മുൻപോട്ട് പോകേണ്ടി വരും. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞാൻ ഓർപ്പിക്കുന്ന കാര്യം, നന്ദിയോട് സ്തോത്രം. ഈ സമാഗമ കൂടാരത്തില് എക്സോഡസ് 33:7 വായിച്ചേ. യഹൂദയ്ക്കുള്ള അനുഗ്രഹമായിട്ട് അവൻ പറഞ്ഞത്, യഹോവേ, യഹൂദയുടെ അപേക്ഷ കേട്ട് അവനെ സ്വജനത്തിലേക്ക് കൊണ്ടുവരണമേ. തന്റെ കൈകളാൽ അവൻ തനിക്കായി പോരുന്നു. ശത്രുക്കളുടെ നേരെ നീ അവനെ തുണയായിരിക്കണമേ. എക്സോഡസ് 33:7. മോശ കൂടാരം എടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നതെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം അവിടെ ഇരിക്കുന്ന നന്ദിയോട് സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്നവരെല്ലാം എന്ത് ചെയ്യുന്നു? വായിച്ചേ. യഹോവയെ അന്വേഷിക്കുന്നതെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. യഹോവയെ അന്വേഷിക്കുന്നവരാ ചെന്നത്. ഇതിനകത്ത് പാളയത്തിൽ ഇരിക്കുന്നവരുണ്ട്, പക്ഷെ യഹോവയെ അന്വേഷിക്കുന്നവരുണ്ട്. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് നമുക്ക് ലഭിപ്പാനായിട്ട് എല്ലാവർക്കും കിട്ടുകയില്ല.
സ്തോത്രം. ഒന്നുകൂടെ ആ വാക്യം വായിച്ച്. സ്തോത്രം. മോശ കൂടാരം എടുത്ത് ആ പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തെ അടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. പേരിട്ടു. ആ യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം പുറപ്പെട്ട് ആ പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. ചെന്നു. അപ്പം യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം ചെന്നു. അതാണ് അടുത്ത വാക്യം. മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ആ ജനമൊക്കെയും എഴുന്നേറ്റ് ആ ഓരോരുത്തൻ താൻ താന്റെ കൂടാരവാതിക്കൽ നിന്നു. നിന്നു. ആ മോശ കൂടാരത്തിനകത്ത് കടക്കുവോളം അവനെ നോക്കിക്കൊണ്ടിരുന്നു. ആ മോശ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിക്കൽ നിന്നു. 11-ാമത്തെ വാക്യം. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് എന്നോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഹല്ലേലൂയ. ഇത് ഇസ്രായേൽ ജനം കാണുന്നുണ്ട്. സ്തോത്രം. അഭിമുഖമായി സംസാരിച്ചു. എത്ര ഭാഗ്യമേറിയ കാര്യം ഞാൻ പറയൂ. ഹല്ലേലൂയ. സ്തോത്രം. മോശയ്ക്ക് ദൈവത്തെ കാണാൻ, ദൈവത്തെ കണ്ടാൽ ആരും ജീവിച്ചിരിക്കില്ല. പക്ഷെ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. കാരണം ഈ മോശയെ ഇങ്ങനെ മെരുക്കിയെടുത്ത് താന് ആദ്യം കോപിച്ച് മിസ്രമേ തല്ലിക്കൊന്നവനാ. പക്ഷെ പിന്നീട് വന്നപ്പോ ഇത് മെരുക്കിയെടുത്ത് ഇവനെ ഒതുക്കിയെടുത്ത് ഇവനെ കരങ്ങളിലാക്കി അവന്റെ സ്വഭാവത്തിനും ജീവിതത്തിനും വ്യത്യാസം വരുത്തിയിട്ട് അവനെ ഏൽപ്പിക്കത്തക്കവണ്ണം രൂപാന്തരപ്പെടുത്തി. നമ്മളെ രൂപാന്തരപ്പെടുത്തി എടുക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തനം നമ്മൾ നടക്കുമ്പോൾ എത്ര ശ്രേഷ്ഠമേതാണെന്ന് ഓർത്ത് നമ്മളെപ്പോഴും ദൈവത്തിന്റെ മഹത്വങ്ങളെ എന്നെ രൂപാന്തരപ്പെടുത്തുക. കഴിഞ്ഞ കാലങ്ങളെ പോലെയല്ല, ഈ നാളിൽ എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നാളെ അടുക്കുന്തോറും നമുക്ക് രൂപാന്തരം വന്നുകൊണ്ടേയിരിക്കണം. നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് രൂപാന്തരം വന്നുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് മോശ സങ്കീർത്തനം എഴുതുമ്പോൾ ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കാൻ, കാരണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാനായിട്ട് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. മോശയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ എക്സോഡസ് 17:10 വാക്യം വായിക്കും. 17:10. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. അമാലേക്കിനോട് യുദ്ധം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, മോശയുടെ കൈ ഉയർത്തിയിരിക്കുമ്പോഴൊക്കെയും ഇസ്രായേൽ ജനം മോശ കൈ കളിക്കുമ്പോൾ താഴെ ഇടും, അപ്പോൾ അമാലേക്ക് ജയിക്കും. അപ്പോ മോശ എന്ത് ചെയ്തു? ഒരു പാറമേലേക്ക് എഴുതുന്നു. എന്നിട്ട് അഹരോനും ഹൂരും അവിടെയുണ്ട്. അല്ലേ? വായിച്ചേ. എന്നാൽ മോശയുടെ കൈ ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ല് എടുത്തു വെച്ചു. അവൻ അതിന്മേലിരുന്നു. അഹരോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും അവന്റെ കൈ താങ്ങി ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുക. അപ്പോൾ ആരാ യുദ്ധത്തിന് അയച്ചത്? അങ്ങനെ അവന്റെ കൈ അല്ലല്ല, ആരെ അയച്ചു? യുദ്ധത്തിന് അയച്ച ആരെയാ? യോശുവ അയച്ചത്. പ്രാർത്ഥിക്കുന്ന ആരാ? മോശ ദൈവത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ യുദ്ധത്തിന് അയക്കാൻ കാര്യമുണ്ട്. താൻ ഈ ശേഷം തന്റെ ഈ ജനത്തെ നയിക്കേണ്ടത് ആരാ? മോശയാ. അതിന് പ്രാക്ടീസ് കൊടുക്കുക ചെയ്യുന്നത്. താനിന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ കൈ കഴിക്കുന്നു. അഹ്റോനും ഹൂരും രണ്ടുപേരും പ്രാർത്ഥനയും ഉപവാസവും ഇല്ലാതെ ഈ ശത്രുവിനെ ജയിക്കാനായിട്ട് പ്രാർത്ഥനയും ഉപവാസവും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് ഞാൻ നിങ്ങളോട് പറയട്ടെ, പൈശാചിക തന്ത്രങ്ങളെ ജയിക്കണമെങ്കിൽ നമുക്ക് ഉപവാസവും പ്രാർത്ഥനയും കാണാം.
ചിലപ്പോൾ സഭയായിട്ട് ഒക്കുന്നില്ലെന്നായിരിക്കാം, പക്ഷെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ അത് എടുക്കണം. അങ്ങനെയെങ്കിൽ അവന്റെ തന്ത്രങ്ങളെ നമുക്ക് ജയിക്കാനായിട്ട് കഴിയും. നിങ്ങൾ അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. നിങ്ങൾ ആരോടും പറയേണ്ട പേഴ്സണായിട്ട് അല്ലല്ല, നമ്മൾ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അല്ലല്ല, ഈ മോശ ദൈവസന്നിധിയില് സ്തോത്രം ഇന്ന് ഈ പർവ്വതത്തിന് മുകളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ജനം ജയിക്കും. മോശ അല്ലല്ല, മോശയുടെ സ്തോത്രം ആ കാഴ്ചപ്പാട് എത്രമാത്രമുണ്ട്. ഞാനറിയാം, പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ മോശ എന്ത് ചെയ്യും? നെടുമ്പാട് വീഴും. ദൈവം കരയും. ദൈവം തത്സമയത്ത് അതിനും മറുപടി നൽകും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഒരു സൊല്യൂഷനിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നെടുമ്പാട് വീണ് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ അനേക അനുഭവത്തിലൂടെ കടന്നിട്ടുണ്ട് ഇങ്ങനെ. സ്തോത്രം. ആരോടും നമ്മൾ പറയണ്ട. നമുക്ക് വേദന ഉണ്ടായിരിക്കാം, പ്രയാസം ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ നെടുമ്പാട് വീണ് ദൈവത്തിൽ കരയുകയാണെങ്കിൽ ആ കരച്ചിലിന് ദൈവം മറുപടി നൽകുന്നതിനെ ചെയ്യേണ്ടിയിരുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് വായിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ പ്രാർത്ഥന നമുക്കറിയാം, സ്തോത്രം, ഏറ്റവും ശ്രദ്ധമേറിയ മോശയ്ക്ക് ശേഷം യോശുവയ്ക്ക് ഹല്ലേലൂയ കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? യോശുവയുടെ പുസ്തകത്തിലേക്ക് എടുക്കാം. സ്തോത്രം. യോശുവ അതിൻ്റെ 1:7 മുതൽ 9 വരെ വാക്യം വായിക്കുമ്പോൾ, എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. കണ്ടോ? നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് എന്ത് ചെയ്തു? അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അടുത്ത കാര്യം, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ? അപ്പം ഇത്രയും ജനത്തെ നടത്തുന്ന വ്യക്തിയോട് പറയാണ്, നീ രാവും പകലും ധ്യാനിക്കണമെന്ന്. ഒന്നാമത്തെ സങ്കടത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നിട്ട് അറിയാമല്ലോ പറഞ്ഞേ, കാണാതറിയാമല്ലോ പറഞ്ഞേ, അവൻ ആശ്രയിക്കുന്ന അർപ്പിക്കുന്നു. അടുത്ത കാര്യം, പിന്നെ അടുത്ത കാര്യം, അവൻ ചെയ്യുന്നതൊക്കെയും നമ്മൾ ഓടി നടക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുകയാണെങ്കിൽ, രാപ്പുകൾ ധ്യാനിക്കുകയാണെങ്കിൽ അവൻ ചെയ്യുന്നൊക്കെയും വിചാരിച്ച് എല്ലാ കാര്യങ്ങളും ഓടി നടന്നാലേ കാര്യങ്ങൾ നടക്കും. നമ്മൾ ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം ധ്യാനിച്ചുകൊണ്ട് ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവൻ ചെയ്യുന്നൊക്കെയും സാധിക്കും. ഇവിടെ മോശ പിന്നെ യോശുവയോട് പറയാണ്, എന്താണ് ഈ ന്യായപ്രമാണ പുസ്തകത്തിലെ 8-ാമത്തെ വാക്യം, അതിൽ എഴുതിയിരിക്കുന്ന പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ട നീ രാവും പോലെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. ഉറപ്പും ധൈര്യവും. ഞാൻ നിങ്ങളോട് പറയട്ടെ, യഥാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു വൈദ്യന് ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കും. അല്ലാത്തൊരു ചഞ്ചലപ്പെടും. നമ്മൾ പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ, നമുക്ക് ദൈവവുമായിട്ടൊരു യഥാർത്ഥമായ ഒരു എൻകൗണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കും. ഏത് പ്രശ്നം വന്നാലും ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും വരികയില്ല, ദൈവം സമ്മതിക്കാതെ എന്റെ ജീവിതത്തിൽ ഒന്നും വരികയില്ല എന്നുള്ള ഉറപ്പും ധൈര്യവും നമുക്കുണ്ടായിരിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഉറപ്പും ധൈര്യവും യോശുവയ്ക്കുണ്ടായി. കാരണം ഇത്രയും ജനത്തെ നയിക്കണം.
ഹല്ലേലൂയ. മോശയ്ക്ക് ശേഷം സ്തോത്രം. മോശ എന്ന് പറഞ്ഞാൽ എന്തൊരു പ്രവാചകനായിരുന്നു. കാരണം മോശ കൈവച്ച് അനുഗ്രഹിച്ചു. അഭിഷേകത്താല് ഇവൻ നിറഞ്ഞുകൊണ്ട് അടുത്ത് ശുശ്രൂഷ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് നാമത്തിൽ ഉണ്ടാകട്ടെ. നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവമക്കളുടെ ഒരു ഗുണമായിരിക്കണം മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ ഒരു അനുഗ്രഹ വിഷയമാക്കുന്നു പറഞ്ഞു. അബ്രഹാം ചെന്നിടത്തെല്ലാം മറ്റുള്ളവരെ അനുഗ്രഹിച്ചു. അനുഗ്രഹ വിഷയമായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അബ്രഹാമിനെ കൊണ്ടാണ് നമുക്കെല്ലാം അനുഗ്രഹം ലഭിച്ചത്. എങ്ങനെ അനുഗ്രഹം ലഭിച്ചു? ഗലാത്യ ലേഖനം എടുക്കാം. അതിന്റെ സ്തോത്രം 3:14 വാക്യം വായിച്ചേ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നമ്മൾ ജാതികളായി നമുക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. കേട്ടോ, അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം നമ്മളെ വിശ്വാസത്താൽ പ്രാപിപ്പാൻ ആത്മാവെന്ന ദാനം നമുക്ക് തരുവാനായിട്ട് അബ്രഹാമിനോട് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. കേട്ടോ, ഇതുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവമക്കള് ഹല്ലേലൂയ ഈ വാഗ്ദത്തത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനോട് നീ ചെയ്ത വാഗ്ദത്തം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണമേ. നിന്റെ ആത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമേ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ആത്മാവിന്റെ വലിയ നിറവിനെ കുറിച്ച്? കയ്യൊന്ന് ഉയർപ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളൊരു ദിവസത്തെ കുറിച്ച് പറയാനല്ല, ഇന്ന ദിവസം ഞാൻ അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞ് നമ്പർ പറയാനല്ല, ദിവസം ഓർക്കാനല്ല. നേരെ മറിച്ച് ഓരോ ദിവസവും നമ്മൾ ആത്മനിറവിന്റെ ജീവിതത്തിൽ ജീവിക്കണം. നമ്മൾ ജോലിക്ക് പോയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ, പക്ഷേ ആത്മനിറവിന്റെ ജീവിതം. കർത്താവേ, നേരം വെളുക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി ദൈവങ്ങളെ സമർപ്പിക്കണം. ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. അതെങ്ങനെയാ? ഞാൻ പറയാം. നമുക്ക് 1-ാമത്തെ വാക്യം തന്നെ എടുക്കാം. വേദപുസ്തകത്തിലെ എന്താണ്? ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. വായിച്ചേ, 1-ാമത്തെ വാക്യം. ആദ്യം ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ആദ്യം തന്നെ സ്തോത്രം. അപ്പം നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ സ്തോത്രം ആദിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ശ്രദ്ധിക്കണം, ഇന്നത്തെ ദിവസം ആദിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ നമ്മൾ എഴുന്നേറ്റ് വരരുത്. എഴുന്നേൽക്കുമ്പോൾ ആദിയിൽ ഇൻ ദ ബിഗിനിങ് സ്തോത്രം. എന്നിട്ട് എന്ത് ചെയ്യണം? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇവിടെ വെക്കണം, നമ്മളെ ദൈവം സൃഷ്ടിച്ചു. സ്തോത്രം. അടുത്ത വാക്യം. ഭൂമി പാഴാൻ നമ്മള് പാഴും ശൂന്യമായിരുന്നു. ഓർക്കണം, നമ്മൾ പാഴും ശൂന്യമായിരുന്നു. അടുത്ത വാക്യം. ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. നമ്മൾ ഇരുളുണ്ടായിരുന്നു, പാപം ഉണ്ടായിരുന്നു. അടുത്ത വാക്യം. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ നമ്മുടെ മേൽ പ്രവർത്തിച്ചു. അടുത്ത വാക്യം. വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടാകട്ടെ. യേശുക്രിസ്തു വെളിച്ചമാ. വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. അടുത്ത വാക്യം. വെളിച്ചം നല്ലതെന്ന് ദൈവം വെളിച്ചം നല്ലതെന്ന് കണ്ടു. അടുത്ത വാക്യം. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. നമ്മൾ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നമ്മുടെ പാപം വേർതിരിച്ചു, മാറ്റി. ഓരോ വേടും നമുക്ക് എടുക്കാം. ഇത് നമ്മൾ ധ്യാനിക്കണം ദൈവമക്കളെ. ഈ വചനം നമുക്ക് ഏറ്റവും സെറ്റ് ചെയ്ത് തരിക. വചനം വായിക്കുമ്പോഴൊക്കെയും ഇത് എന്നോട് സംസാരിക്കണം, എന്നോട് ഇടപെടണം എന്ന് പറയുകയാണെങ്കിൽ ഓരോ വചനവും നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ ജീവന്റെ വചനത്തിന്റെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മള് ഈ പുതിയ നിയമവും പഴയ നിയമവും നമ്മൾ വായിക്കണം, ധ്യാനിക്കണം. ഇതിന്റെ ജീവിതത്തിൽ എന്താണ് അപ്ലൈ ചെയ്യാനുള്ളത്? കർത്താവ് പറഞ്ഞ വചനം, അപ്പോസ്തലന്മാർ പറഞ്ഞ വചനം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ
നമുക്ക് വലിയ രൂപാന്തരം വരും. അതുകൊണ്ടാണ് ജ്ഞാനമുള്ള ഹൃദയം പ്രായപ്പാട്ടൊക്കെ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ ദിവസവും ദൈവത്തെ നമ്മൾ കേൾക്കണം, വചനം നമ്മൾ കേൾക്കണം. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാ ദിവസവും ഹല്ലേലൂയ ആ ക്രൂശിന്റെ അടുക്കിലേക്ക് നമ്മൾക്ക് അടുത്ത് വരണം, ക്രൂശിക്കപ്പെട്ട അനുഭവത്തിലേക്ക് വരണം. അങ്ങനെയെങ്കിൽ ദിനം പ്രതി ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ വളരും. ജ്ഞാനമുള്ള ഹൃദയം എത്ര ശ്രേഷ്ഠമേതാണ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കാറുണ്ട് ഈ സ്തോത്രം, ഈ മോശയുടെ പ്രാർത്ഥന എത്ര ആഴത്തിലുള്ളതാണ്. നമുക്ക് ആ വാക്കൊന്നുള്ള വാക്യം വായിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ആ ആ 90 സങ്കീർത്തനം. ആ To teach us to remember our days that we may gain a heart of wisdom. എന്നാൽ ഹല്ലേലൂയ പ്രോത്സാഹനം 8:34 8:34 ദിവസം പ്രതി എന്റെ പടിവാതിക്കൽ ജാഗരിച്ചും വാതിൽ കട്ടിളക്കൽ കാത്തുകൊണ്ട് വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത വായും, എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. ദിവസം പ്രതി ഓരോ ദിവസവും എന്റെ പടിവാതിക്കൽ ജാഗരിക്കണം, എന്റെ വാതിൽ കട്ടിളക്കൽ കാത്തും കൊണ്ട് എന്നെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ. ഇതാ ദൈവം ഇന്നും ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമോ, മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ കർത്താവ് ചെന്നു. മാർത്ത വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്തു മറിയ? നമുക്കറിയാം മറിയ എന്ത് ചെയ്തു? കർത്താവിന്റെ പാതപീഠത്തിരുന്നുകൊണ്ട് അവൻ പറഞ്ഞ വചനം കേട്ടു. മാർത്ത വന്ന് കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞു, എനിക്ക് വിചാരമില്ലയോ കർത്താവേ. പക്ഷെ എന്തോ കർത്താവ് എന്ത് പറഞ്ഞു? പറഞ്ഞു നല്ല അംശം. എന്താ നല്ല അംശം? അവൾ എന്റെ പാത വെഴുത്തിയിരുന്ന് വചനം കേട്ടപ്പോൾ അവക്കത് ശുദ്ധീകരണമായി തീർന്നു. അവൾ നിന്ന് ആരും അപകരിക്കുക ഇല്ല. നമുക്ക് ശുദ്ധീകരണം വന്നാൽ പിന്നെ ആരും അപകരിക്കാൻ നോക്കുമോ? അത് അതാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ട് ദൈവത്തിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം നമുക്ക് എത്രയോ അനുഗ്രഹങ്ങളാ തരുന്നത്. ഇവിടെ എന്റെ വാതിൽ കട്ടളിലേക്ക് കാത്തുകൊണ്ട് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത വാക്യം, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. ദൈവത്തിന്റെ കടാക്ഷം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ദൈവത്തെ കേൾക്കണം. ദൈവമക്കളെ, എനിക്ക് ദൈവത്തെ കേൾക്കണം. അതിന്റെ വചനത്തിന് മുമ്പിൽ നമ്മൾ വരണം. അല്ല, അപ്പോൾ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കാൻ കഴിയും. മാത്രമല്ല എല്ലാ ദിവസവും നമ്മൾ കൂച്ചെടുത്ത് അവനെ പിൻപറ്റണം. ദിനം പ്രതി ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് വചനം വായിക്കാൻ കൂടുതൽ ആഗ്രഹം വരും. ഇന്നലത്തേക്കാൾ കൂടുതൽ ഒന്ന് വചനം വായിക്കാൻ ആഗ്രഹം വരും. എന്നോട് ഇടപെടണമേ എന്ന് ഹല്ലേലൂയ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ കഴിയും. നന്ദിയോട് സ്തോത്രം. ഓ സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് വീണ്ടും വായിക്കാം. 1 കൊരിന്ത്യർ 4:1 അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരം ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരന്മാരും. ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാണ്. നമ്മളെ ഓരോരുത്തരെയും ദൈവമർമ്മങ്ങൾ നമുക്ക് ബോധ്യമാക്കി അതിന്റെ ഗ്രഹവിചാരകന്മാരായി വിശുദ്ധന്മാരായി തീരണമെങ്കിൽ ദിവസം പ്രതി നമ്മൾ ദൈവത്തെ കേൾക്കുക തന്നെ ചെയ്യണം. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, ഞങ്ങൾക്ക് സമയമില്ല. വേണ്ട, ഒരു 5 മിനിറ്റ് മതി, അല്ല 3 മിനിറ്റ് മതി. നിങ്ങൾ ദൈവത്തിന്റെ വചനം ധ്യാനിച്ച്
അതിൽ 2 സെന്റൻസ് വായിച്ച് നിങ്ങൾ പൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. പൗലോസ് തെസ്സലോനിക്ക ലേഖനമാണ് ആദ്യം എഴുതിയത്. 1 തെസ്സലോനിക്ക വായിക്കുമ്പോൾ നമുക്കറിയാം, ഹല്ലേലൂയ, അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. നന്ദിയോട് സ്തോത്രം. 1 തെസ്സലോനിക്കൻസ് അവിടെ പറയാണ്, അതിന്റെ 1:5 വാക്യം വായിച്ചു. ഞങ്ങളുടെ സുവിശേഷം ആ, വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടു കൂടി ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. ആ എന്ന് വെറുതെ അല്ല വന്നത്. വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടിയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. ഈ കാര്യം തന്നെ അല്ലേ സ്തോത്രം. അതിന്റെ 2:13 വായിച്ചേ. 2:13 ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളത് വ്യാപരിച്ചു. നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, അല്ലെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ വചനം നമ്മൾ വ്യാപരിച്ചുകൊണ്ട് തന്നെ. അതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. അത് വ്യാപരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ പോയാലും നിങ്ങളുടെ ഹൃദയത്തിൽ വചനം ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രധാനം. അപ്പം നമുക്ക് അല്ലയ ദൈവത്തിന്റെ വചനം കൂടുതൽ ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തില് വലിയ ആശ്വാസം, അനുഗ്രഹവുമാണ്. എന്തൊരു ധനം കിട്ടിയ, വലിയ സമ്പത്ത് കിട്ടിയ പോലെയാണ്, വലിയ സംതൃപ്തിയാണ്. ദൈവവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ എത്രയോ വ്യത്യാസമാണ് വരുന്നത്. അതല്ല, അങ്ങനെ ദിനം പ്രതി അവന്റെ കട്ടളക്കൽ ജാഗരിക്കുന്നവരായിട്ടിരുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവം നമ്മളെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഏവരും ഉപയോഗിക്കും, ഒരു സംശയവുമില്ല. നിങ്ങൾ ജോലി സ്ഥലത്താട്ടെ, നിങ്ങളുടെ ഏത് സ്ഥലത്താട്ടെ, ഏത് സാഹചര്യങ്ങളാട്ടെ, ദൈവം നിങ്ങളെ ഉപയോഗിപ്പാൻ ദൈവം വിശ്വസ്തന. നമ്മുടെ ജീവിതത്തില് ഇത് വ്യാപരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ആ വലിയ തീഷ്ണത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം മാനിക്കും. നന്ദിയോട് സ്തോത്രം. ഈ മോശ ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, മോശയെ ദൈവം ശക്തമായി ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും ദൈവം ശക്തമായി ഉപയോഗിക്കുമ്പോൾ ദൈവം ഹല്ലേലൂയ നമ്മൾ ഇടപെടുകയും അത് അനേകർക്ക് പ്രയോജനമായി തീരുകയും ചെയ്യുക. നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനാണ്, അനുഗ്രഹ വിഷയമായി തീരണം. ഹല്ലേലൂയ. ഏത് ഒരു വാക്കിലാട്ടെ, ഒരു ഹല്ലേലൂയ സാക്ഷ്യത്തിലാട്ടെ, അല്ലെ നമ്മുടെ സമ്പത്ത് മറ്റുള്ള കൊടുക്കുന്നവരാട്ടെ, അല്ലെ ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നവരാട്ടെ, അല്ലെ ഒരാളെ താങ്ങുന്നാട്ടെ, ഏത് ശുശ്രൂഷയാണെങ്കിലും ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരായി ദൈവം ഹല്ലേലൂയ നമ്മളെ തീർത്തിരിക്കാൻ നമുക്ക് മറ്റുള്ള വിശ്വസ്തരായി മോശയെ പോലെ ഹല്ലേലൂയ ഒരു നല്ല ഹല്ലേലൂയ യുദ്ധം ചെയ്യുവാൻ, അത് പോർ ചെയ്യുവാൻ, അതേ ശത്രുവിനോട് എതിർക്കുവാൻ, അതുപോലെ തന്നെ ദൈവമക്കളെ നടത്തുവാൻ, ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, അവിടുന്ന് പ്രാപിപ്പാൻ നമുക്കിടയായി തീരുവാൻ തക്കവണ്ണം നമുക്ക് പ്രാപിക്കാം. കർത്താവേ ഹല്ലേലൂയ, മോശ മലമേൽ കയറി കൈകൾ ഉയർത്തി ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തോട് പ്രാർത്ഥിച്ച പോലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കരുവാനും പ്രാർത്ഥിപ്പാനും ഇടയായി തീരുമ്പോൾ ദൈവം നമുക്ക് വലിയ വിജയം തരിക തന്നെ ചെയ്യും. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ. ഈ ജനത്തെ നയിക്കുവാൻ, മറ്റുള്ളവരെ നയിക്കുവാൻ, നമ്മുടെ കുടുംബത്തെ നയിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ നയിക്കുവാൻ, നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, കർത്താവിനോടുള്ള ബന്ധത്തെ ജീവിപ്പാൻ സ്തോത്രം ഹല്ലേലൂയ ഇടയായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കാം. ഒരുപാട്
ക്രൂശിൽ